ഹലോ, വെൽക്കം ബാക്ക് ടു ആൻലീൻസ് ക്ലാസ്സസ്. അപ്പോൾ നമ്മുടെ 4ാമത്തെ ക്ലാസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ സോഷ്യലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോഷ്യലിൻ്റെ 4th പാർട്ടാണ്. നമ്മൾ നിയോലിത്തിക് ഏജ് വരെ പഠിച്ചായിരുന്നു. ഇനി നിയോലിത്തിക് ഏജ് മുതൽ നമുക്ക് പഠിക്കണം. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സും കണ്ട് പഠിച്ചിട്ടല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ട് പഠിച്ചിട്ടില്ലെങ്കിൽ വേഗം പോയിട്ട് എന്ത് ചെയ്യണം? ആ 3 ക്ലാസ്സും കണ്ടതിന് ശേഷം വെറുതെ കാണുക മാത്രമല്ല, വ്യക്തമായി ആ ക്ലാസ് കണ്ട് പഠിച്ച് റഫ് ബുക്കിലൊക്കെ എഴുതി പഠിക്കേണ്ടത് എഴുതി പഠിച്ച് പക്കയായിട്ട് വേണം ഈ ക്ലാസ് കാണാൻ. ഓക്കെ, നമുക്ക് തുടങ്ങേണ്ടത് ഇനി നിയോലിത്തിക് ഏജ് മുതലാണ്. ഇതുവരെയുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും റെഡി ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്നതിന് ഒരു കുഞ്ഞു കാര്യം പറഞ്ഞോട്ടെ. എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണേ. നമ്മൾ ട്യൂഷൻ അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബയോളജിക്കും കെമിസ്ട്രിക്കും ഫിസിക്സിനും ഈ 3 സബ്ജക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അടുത്ത മാസം തുടക്കത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, ആദ്യത്തെ ആഴ്ചയിൽ. അപ്പോൾ എന്തായാലും വേഗം രജിസ്റ്റർ ചെയ്യുക. കാരണം ഞാൻ ആദ്യം വരുന്ന 100 പേർക്ക് ഈ ക്ലാസ് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരായി നമുക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണേ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ബാച്ചിൽ 100 സ്റ്റുഡൻസ് ആണ് ഉണ്ടായിരിക്കുക. പിന്നെ അടുത്ത മാസം ആവേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വേഗം ജോയിൻ ആവുക. ഓണം എക്സാമൊക്കെ എത്തും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം പഠിക്കണം. വേഗം പഠിച്ച് കംപ്ലീറ്റ് ആയി ഓണം എക്സാമിനൊക്കെ നല്ല മാർക്ക് വാങ്ങണം. നല്ല പിള്ളേരായിട്ട് പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ 3 സബ്ജക്റ്റും ഞാൻ ഓൺലൈൻ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വേഗം രജിസ്റ്റർ ചെയ്യാൻ ഞാനിവിടെ നമ്പർ കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവാം കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആയി ഞാൻ യൂട്യൂബിലും ക്ലാസ് കൊടുക്കുന്നുണ്ട്. യൂട്യൂബിൽ എന്തായാലും ഈ 3 സബ്ജക്റ്റ് ഉണ്ടായിരിക്കില്ല. നമ്മുടെ സോഷ്യൽ എന്തായാലും ഉണ്ടായിരിക്കും. മാത്സും നമ്മൾ യൂട്യൂബിൽ തന്നെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിവേ എന്തായാലും വേഗം ജോയിൻ ആവുക. നമ്മൾ വേഗം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും 100 പേരായി കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷൻ മെല്ലെ അവസാനിപ്പിക്കും. കാരണം ഫസ്റ്റ് ബാച്ചിൽ അതേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും രജിസ്ട്രേഷൻ പിന്നെ അടുത്ത മാസം എങ്ങാനും സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗം രജിസ്റ്റർ ചെയ്യണം. നമുക്ക് എന്തായാലും ഇനി സോഷ്യൽ പഠിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഇപ്പോൾ പാലിയോലിത്തിക് ഏജ് പഠിച്ചു, മീസോലിത്തിക് ഏജ് പഠിച്ചു. ഇനി നമ്മൾ ഏതാ പഠിക്കാൻ പോകുന്നത്? നിയോലിത്തിക് ഏജ്. എൻ്റെ കൂടെ പറയണട്ടെ ഞാൻ പറയുമ്പോൾ. ഓക്കെ, നമ്മൾ നിയോലിത്തിക് ഏജ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ സ്റ്റോൺ ഏജ് ആണ് അല്ലേ. സ്റ്റോൺ ഏജിനെ 3 എണ്ണമായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 1ാമത്തെ വീഡിയോയിൽ പറഞ്ഞത് ഓർക്കണ്ടാ. നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കണേ, മറന്നു പോവും അവസാനം. ഓക്കെ, നമ്മൾ സ്റ്റോൺ ഏജിനെ 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാണ്? പാലിയോലിത്തിക് ഏജ്, മീസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ് അല്ലേ? യെസ്. അപ്പം അതിൽ നമ്മൾ പാലിയോലിത്തിക് ഏജ് മൊത്തം പഠിച്ചു കഴിഞ്ഞു, മീസോലിത്തിക് ഏജ് മൊത്തം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാ പഠിക്കേണ്ടത്? യെസ്, നിയോലിത്തിക് ഏജ്. അപ്പം നമ്മുടെ നിയോലിത്തിക് ഏജിന് ഒരു പ്രത്യേകതയുണ്ട്. നിയോലിത്തിക് ഏജിലാണ് മനുഷ്യന്റെ ജീവിതത്തിൽ പ്രധാനമായ മാറ്റങ്ങൾ സംഭവിച്ചൊരു കാലഘട്ടമാണ് ഏത്? നമ്മുടെ നിയോലിത്തിക് ഏജ്. യെസ്, റാഡിക്കൽ ചേഞ്ച് നമ്മൾ പറയില്ലേ, അടിമുടി മാറ്റം സംഭവിച്ചെന്ന്. അതേപോലെ ഹ്യൂമൻ ലൈഫിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ്, ഭയങ്കര ഒരു മാറ്റം സംഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു ഏത്? നമ്മുടെ നിയോലിത്തിക് ഏജ്. ഇനി നമ്മൾ മീസോലിത്തിക്കിലും പാലിയോലിത്തിക്കിലൊക്കെ പഠിച്ച പോലെ എന്താണ് നിയോലിത്തിക് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? അതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദ വേർഡ് നിയോലിത്തിക് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഏത് വാക്കിന്നാണ്? നിയോസ്. നിയോസ് എന്ന് പറഞ്ഞാലേ നിയോ എന്നില്ലേ, ആ വാക്കിൽ നിയോലിത്തിക്കിൽ നിയോ എന്ന് പറഞ്ഞാലേ പുതിയത് എന്നാണ് അർത്ഥം. ഓക്കെ, ലിത്തിക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പാലിയോലിത്തിക്കിലും പഠിച്ചതാണ് കേട്ടോ, മീസോലിത്തിക്കിലും പഠിച്ചു. അപ്പോൾ ഇതിലെന്താണ്? സ്റ്റോൺ. ലിത്തോസ് എന്ന് വെച്ചാൽ കല്ല് എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആ 2 സെൻറ്റൻസ് പഠിച്ചേ. അപ്പോൾ നിയോലിത്തിക് ഏജ് ഈസ് ദ പീരീഡ് ഓഫ് റാഡിക്കൽ ചേഞ്ച് ഇൻ ഹ്യൂമൻ ലൈഫ്. ഹ്യൂമൻ്റെ ലൈഫിൽ, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര മാറ്റം സംഭവിച്ചു, റാഡിക്കൽ ചേഞ്ച് സംഭവിച്ച ഒരു പീരീഡ്, ഒരു കാലഘട്ടമാണ് എന്ത്? നിയോലിത്തിക് ഏജ്. നിയോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പുതിയത്, ന്യൂ എന്നാണ്. ലിത്തോസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം സ്റ്റോൺ എന്നാണ്. അപ്പം അത് പഠിച്ചേ. ഓക്കെ, അപ്പം ആ 2 സെൻറ്റൻസ് സിമ്പിളാണേ. അടുത്തത് നമ്മളൊരു ബുക്കിനെ പറ്റി പഠിക്കാൻ പോവാം. ഓക്കെ, ആരുടെ ബുക്കാണെന്നറിയോ? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗോർഡൻ ചൈൽഡ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു.
ആ വ്യക്തി ആളുടെ ബുക്കിൽ 2 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഈ എവിടെ സംഭവിച്ചത് മാറ്റങ്ങളായിരിക്കും? നമ്മുടെ നിയോലിത്തിക് ഏജിൽ സംഭവിച്ച 2 പ്രധാനപ്പെട്ട മാറ്റങ്ങളെ പറ്റിയിട്ട് ആളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പുസ്തകത്തിന്റെ പേരെന്താ? വായിച്ചേ. മാൻ മേക്സ് ഹിംസെൽഫ്. ഇതാണ് പുസ്തകത്തിന്റെ പേര്, മാൻ മേക്സ് ഹിംസെൽഫ്. ആരുടെ ബുക്കാണ്? ഗോർഡൻ ചൈൽഡ്. അപ്പൊ അതിൽ എന്താണ് പറയുന്നത്? 2 important changes in the Neolithic age. നിയോലിത്തിക് കാലഘട്ടത്തിൽ സംഭവിച്ച 2 പ്രധാനപ്പെട്ട മാറ്റങ്ങളെ പറ്റി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ടെന്ന്. ഈ പുസ്തകത്തിന്റെ പേരൊന്നും നിങ്ങൾ പഠിക്കണ്ട കേട്ടാ, ആ മാറ്റം എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ നമുക്കിത് വായിച്ചു നോക്കിയാലോ? നിങ്ങൾ ആദ്യം ഒന്ന് ഒറ്റയ്ക്ക് വായിച്ചു നോക്കുക കേട്ടാ, അല്ലെങ്കിൽ എൻ്റെ കൂടെ വായിച്ചാലും മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ബോക്സ് മൊത്തം വായിക്കാം. നിങ്ങൾ ഈ ആളുടെ പേരും ബുക്കിന്റെ പേരും ഒന്നും കാണാപ്പാഠം പഠിക്കണ്ട കേട്ടാ, ജസ്റ്റ് ഒരു റെഫറൻസിന് കൊടുത്തിരിക്കുവാണ്. ഇതിലത്തി നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, പക്ഷെ അതിന്റെ കാര്യം പഠിക്കാനുള്ളത് താഴെ ക്വസ്റ്റ്യനായി ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം നിങ്ങൾക്ക്. ദ ഫസ്റ്റ് റെവല്യൂഷൻ ദാറ്റ് ട്രാൻസ്ഫോംഡ് ഹ്യൂമൻ എക്കണോമി ഗേവ് മാൻ കൺട്രോൾ ഓവർ ഹിസ് ഓൺ ഫുഡ് സപ്ലൈ. അപ്പൊ ഇത് നിങ്ങൾ എൻ്റെ കൂടെ വായിച്ചുവോ? വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്താ അവർ പറഞ്ഞതെന്ന്? ചിലപ്പോൾ മനസ്സിലാവില്ല, പക്ഷെ അടുത്ത സെന്റൻസ് വായിച്ച് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാൻ ഒന്ന് ഇതിന്റെ അർത്ഥം പറഞ്ഞുതരാം കേട്ടാ. അപ്പൊ ആ സമയത്ത് ആള് പറയുന്നത്, ആര്? നമ്മുടെ ഈ ബുക്ക് എഴുതിയ ആളെ, ഗോർഡൻ ചൈൽഡ് എന്ന് പറഞ്ഞ വ്യക്തി പറയാണ്, ആ സമയത്ത് വന്ന ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് അവരുടെ തന്നെ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളില്ലേ അതിന്റെ മേലൊരു കൺട്രോൾ വന്നു, അങ്ങനെയൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും? അവര് കൃഷി ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പൊ അവർക്ക് മാൻ ബിഗാൻ ടു പ്ലാന്റ്, കൾട്ടിവേറ്റ് ആൻഡ് ഇംപ്രൂവ് ബൈ സെലക്ഷൻ എഡിബിൾ ഗ്രാസസ്, റൂട്ട്സ് ആൻഡ് ട്രീസ്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരെ കൃഷി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, ചെടികൾ നടാൻ തുടങ്ങി. അതുപോലെ തന്നെ നല്ല ചെടികളും കഴിക്കാൻ പറ്റുന്ന ചെടികളും ഒക്കെ അവർ തെരഞ്ഞെടുത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി? സ്വയം ഇംപ്രൂവ് ആയാൻ തുടങ്ങി. അവരെന്ത് ചെയ്തു? കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് ഈ ഒരു സെന്റൻസിൽ പറയുന്നത്. അടുത്ത കാര്യം പറയാ, ആൻഡ് ഹി സക്സീഡഡ് ഇൻ ടാമിങ് ആൻഡ് ഫേംലി അറ്റാച്ചിങ് ടു ഹിസ് പേഴ്സൺ certain species of animal in return for the fodder he was able to offer. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തു? അവര് മൃഗങ്ങളെ വളർത്താൻ തുടങ്ങിയെന്ന്. ഈ ടാമിങ് എന്ന് വെച്ചാൽ വളർത്തുക എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഇവര് എന്ത് ചെയ്യും? മൃഗങ്ങൾക്ക് ഫുഡ് കൊടുത്ത് ഇവരുടെ കൺട്രോളിൽ മൃഗങ്ങളെ കൊണ്ടുവന്നു. ഡൊമസ്റ്റിക്കേഷൻ എന്നാണ് അതിന് പറയാ, വളർത്തുക, മൃഗങ്ങളെ വളർത്തുക. അപ്പൊ ഈ 2 മാറ്റങ്ങളാണ് നമ്മുടെ ഈ ഒരു ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താ ഇത്? നമ്മള് വാട്ട് ആർ ദി ചേഞ്ചസ് ഇൻ ദ നിയോലിത്തിക് ഏജ് മെൻഷൻഡ് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ. ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ എന്ത് മാറ്റങ്ങളാണ് നിയോലിത്തിക് കാലഘട്ടത്തിൽ സംഭവിച്ചത്? 2 പറഞ്ഞേ. അവര് കൃഷി ചെയ്യാൻ തുടങ്ങി. ദേ ബിഗാൻ ടു കൾട്ടിവേറ്റ്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ്, അങ്ങനെയൊക്കെ എഴുതാവേ. രണ്ടാമത്തെ സെന്റൻസ് എന്താണ്? മൃഗങ്ങളെ വളർത്താൻ തുടങ്ങി. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, ആനിമൽസിനെ വളർത്താൻ തുടങ്ങി. അതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. അപ്പൊ 2 പോയിന്റും നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തത് വായിക്കാം. പഠിച്ചിട്ടില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് നിർത്തി പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത വീഡിയോ കണ്ടാൽ മതിയേ. ദ ചേഞ്ച് ഇൻ ഹ്യൂമൻ ഇന്ററാക്ഷൻ with his surroundings is the reason for these changes. അപ്പം എന്താണ്? ആ കാലഘട്ടത്തിൽ സംഭവിച്ച ഈ മനുഷ്യന്മാരുടെ ഇന്ററാക്ഷൻ, ദ ഹ്യൂമൻ ഇന്ററാക്ഷൻ വിത്ത് ഹിസ് സറൗണ്ടിങ്സ് എന്ത് ചെയ്തു? ഈ മനുഷ്യന്മാരെ അതിന്റെ ചുറ്റുപാടുമായി പരസ്പരം ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി. ഇന്ററാക്ട് ചെയ്യുന്ന വെച്ചാൽ എന്താ? ഇന്ററാക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായി സംസാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മൃഗങ്ങളുമായി സംസാരിക്കുന്നു, അതിനെ ലാളിക്കുന്നു, അല്ലേ? അതിന് ചുറ്റുപാടുമായി നിങ്ങൾ ഇണങ്ങുന്നു, അതിനെയാണ് നമ്മൾ ഇന്ററാക്ഷൻ എന്ന് പറയാം. അപ്പോൾ അതേപോലെ അവരെന്ത് ചെയ്തു? ഇന്ററാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. മനുഷ്യന്മാരും ചുറ്റുപാടും തമ്മിലൊരു ഇന്ററാക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്. ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് ന്യൂ വേസ് ഓഫ് ലിവിങ് ഡ്യൂറിങ് ദ നിയോലിത്തിക് പീരീഡ്. അങ്ങനെ മനുഷ്യന്മാരെ
പുതിയ ജീവിത ശൈലികൾ ആരംഭിച്ചു. ഇങ്ങനെയാണോ അവര് നേരത്തേക്ക് ജീവിച്ചിരുന്നത്? മീസോലിത്തിക് ഏജിൽ അവരിങ്ങനെയാണോ താമസിച്ചിരുന്നത്? അല്ല. പാലിയോലിത്തിക് ഏജിൽ എങ്ങനെയാണോ താമസിച്ചിരുന്നത്? ഒട്ടും അല്ല അല്ലെ. അവർക്ക് നല്ല മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പൊ ഏതൊക്കെയാണ് 2 മാറ്റങ്ങൾ എന്ന് ഞാൻ പറഞ്ഞേ? അതിവിടെ എടുത്ത് പറയുന്നുണ്ട്. ഏതാണ്? ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസും ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചറും. ഒന്നാമത്തെ എന്താണ്? ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് എന്ന് വെച്ചാൽ മൃഗങ്ങളെ വളർത്തുക, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ പോയിന്റ് ആണ് ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ. കൃഷി തുടങ്ങി. അപ്പൊ ഈ 2 സെന്റൻസും 2 പോയിന്റ്സും നന്നായിട്ട് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു സമയത്ത് സംഭവിച്ചത് എന്ന് ചോദിക്കും. ഏത് സമയത്ത്? നിയോലിത്തിക് ഏജിൽ സംഭവിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. അടുത്തത് വായിക്കാം. ഒബ്സർവ് ദി മാപ്പ്. യു ക്യാൻ സീ ദ ഏരിയ മാർക്ക്ഡ് ഇൻ ദി ഷേപ്പ് ഓഫ് എ ക്രസന്റ്. അല്ലേ, ഈ മാപ്പിൽ ഒന്ന് നോക്കാനാ പറയുന്നത്. മാപ്പിൽ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താ പെട്ടെന്ന് കാണുക? ദേ ഇവിടെ ഒരു ചുവപ്പ് വര പ്രത്യേകം എടുത്ത് വരച്ചിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ വരയ്ക്കുന്നതിന്റെ പേരാണ് ക്രസന്റ്. എന്താണ് പറയാ? ക്രസന്റ്. നമ്മൾ ക്രസന്റ് മൂൺ എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെയുള്ള വരയാണ് നമ്മൾ ക്രസന്റ് എന്ന് പറയാം. ഓക്കെ. ബേസ്ഡ് ഓൺ അവൈലബിൾ എവിഡൻസ് ആർക്കിയോളജിസ്റ്റ് സേ ദാറ്റ് അഗ്രികൾച്ചർ ബിഗാൻ ഇൻ ദിസ് ഏരിയ. അപ്പൊ ആരാണ് ആർക്കിയോളജിസ്റ്റുകളെന്നും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറയുകയാണേ, നമ്മൾ ഒരുപാട് തെളിവുകളൊക്കെ അവർക്ക് കിട്ടി. നമ്മൾ മീസോലിത്തിക് ഏജിൽ പറഞ്ഞ പോലെ തന്നെ നിയോലിത്തിക് ഏജിനെ പറ്റി ഒരുപാട് തെളിവുകൾ കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയാണ്, ദേ ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് അവർ കൃഷി ചെയ്തിരുന്നത് എന്ന്. ഓക്കെ. അപ്പോൾ അവർ കൃഷി ചെയ്ത ഈ ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് അറിയോ? അതിന് പ്രത്യേക പേരിട്ട് നമ്മൾ വിളിച്ചു. ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫെർട്ടൈൽ ക്രസന്റ്. എന്താണ് പേര്? ഫെർട്ടൈൽ ക്രസന്റ്. ക്രസന്റ് എന്ന് വെച്ചത് ഈ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ ക്രസന്റ് എന്ന് വിളിക്കുന്നത്. ഈ ഷേപ്പിന്റെ പേരത് ഇങ്ങനെയുള്ള ഷേപ്പിന്റെ പേരാണ് ക്രസന്റ്. അപ്പോൾ ഫെർട്ടൈൽ എന്ന് വെച്ചാൽ എന്താ? നല്ല ഫലഭൂയിഷ്ഠമായ അല്ലേ. അപ്പൊ നല്ല ഫലഭൂയിഷ്ഠമായ ക്രസന്റ് എന്നാണ് ഈ ഒരു ഭാഗത്തിന് നമ്മൾ പറയാ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയുള്ളൂ കേട്ടാ ഈ ഒരു മാപ്പിനെ പറ്റി പറയാനുള്ളത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. അപ്പൊ നിങ്ങൾ 2-3 പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സിറിയ ഉണ്ട്, ഇറാഖ് ഉണ്ട്, പിന്നെ ഇറാന്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്, പിന്നെ ഇസ്രായേൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ പാലസ്തീൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2-3 സ്ഥലങ്ങളുടെ പേര് പഠിച്ചു വെക്കാം, അത്ര തന്നെ വേണ്ട. ഇതിന്റെ ഈ ഭാഗത്തുള്ള രാജ്യങ്ങൾ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തത് പഠിക്കാം. ഇതുവരെയുള്ളത് മനസ്സിലായില്ലേ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഫെർട്ടൈൽ ക്രസന്റ് എന്ന് ചോദിച്ചാൽ അറിയണം. പിന്നെ ഈ 2 പോയിന്റ് പഠിക്കണം. ഓക്കെ. ഇനി അടുത്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ, അത് എന്തായാലും പഠിക്കണം. ഇനി നമുക്ക് ഈ നിയോലിത്തിക് ഏജിൽ വന്ന മാറ്റങ്ങളില്ലേ, 2 മാറ്റങ്ങൾ നമ്മൾ പഠിച്ചു. അവർ കൃഷിയും തുടങ്ങി, അതുപോലെ തന്നെ മൃഗങ്ങളെ വളർത്താനും തുടങ്ങി. എന്തുകൊണ്ടാണ് ഇവര് ഈ 2 സംഭവങ്ങൾ തുടങ്ങിയത്? അതിന് കാരണമായ കുറച്ച് സംഭവങ്ങളുണ്ട്. അതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. അതുകൊണ്ട് അവർ നല്ല ഭംഗിയിലൊക്കെ കൊടുത്തേക്കണേ. ഒന്നാമത്തെ പോയിന്റ്, അവിടെ ജനസംഖ്യ കൂടി, കുറേ പേരായി. ഓക്കെ. അപ്പോൾ കുറേ പേരായി എന്ത് ചെയ്യും? അവർക്ക് കഴിക്കാൻ ഭക്ഷണം വേണ്ടേ? അപ്പോൾ അവരെന്ത് തുടങ്ങിയിട്ടുണ്ടാവും? കൃഷി തുടങ്ങിയിട്ടുണ്ടാവും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെയാണ്, ഒരുപാട് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ആയി. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ബാൻഡൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ വല്ലതും? പഠിക്കണേ. അപ്പം അങ്ങനെ ഒരുപാട് പേര് എന്ത് ചെയ്യാൻ തുടങ്ങി? ഓരോ സ്ഥലം കാണുമ്പം അവിടെ അവർ കുടുംബമായിട്ട് അവിടെ സെറ്റിലാവും. വേറെ സ്ഥലത്ത് കാണുമ്പോൾ അവിടെ കുറേ പേര് അവിടെ സെറ്റിലാവും. അങ്ങനെ അവിടെ ഇവിടെയും ഒരുപാട് പേര് സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. അല്ലാണ്ട് അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നില്ല. അങ്ങനെ ഒരുപാട് മനുഷ്യന്മാരെ സെറ്റിൽമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. മൂന്നാമത്തെ കാര്യം പറയുന്നത്, കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ ഓർഗനൈസേഷൻ. സമൂഹം രൂപപ്പെട്ടത് ആകെ കുഴഞ്ഞു മറിഞ്ഞ രീതിയിലായി തുടങ്ങി. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ബാൻഡ്സ് അറിയില്ല, കുറച്ച് കൂട്ടം ആൾക്കാർ മാത്രമായിരുന്നു ഒരു സ്ഥലത്തെങ്കിൽ അവർ മാത്രമായിരിക്കും ആ സ്ഥലത്ത്. പക്ഷെ ഇവിടെ അങ്ങനെ ആവില്ല. അങ്ങനെ പല ഗ്രൂപ്പിൽ നിന്നുള്ള ആൾക്കാർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് അങ്ങനെയൊക്കെ ആയി തുടങ്ങി. ഓക്കെ. അതാണ് മൂന്നാമത്തെ പോയിന്റ്, കോംപ്ലക്സ് സോഷ്യൽ ഓർഗനൈസേഷൻ. നാലാമത്തെ പോയിന്റ് ആണ്, അവർക്ക് ഭക്ഷണം കിട്ടാൻ പ്രയാസമായി തുടങ്ങി.
ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രൊഡക്ട്സ്. ഭക്ഷണം കഴിക്കുന്ന സാധനങ്ങൾ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ അതെന്ത് ചെയ്യേണ്ടി വരും? അപ്പോൾ എന്തായാലും കൃഷി ചെയ്യേണ്ടി വരുന്നവർക്ക് ബോധം വന്നു. അടുത്തതാണ് ടെക്നോളജികളിൽ വന്ന മാറ്റം. അവർ പണ്ടത്തെ പോലെ കല്ലെറിഞ്ഞിട്ടാണോ നടക്കുന്നേ? അല്ല അല്ലേ. അവർ കല്ല് മാറ്റി എന്തായി? അവരവരുടെ വെപ്പൺസിൽ മാറ്റം വന്നു. അതുപോലെ തന്നെ അവരുടെ ചിന്തകൾ മാറി തുടങ്ങി. അതുപോലെ തന്നെ ഓരോ പുതിയ പുതിയ സാങ്കേതിക വിദ്യകളും അവർ പഠിച്ചു തുടങ്ങി. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? പണ്ടത്തെ പോലെയല്ല, അവരുടെ ചിന്തയും പെരുമാറ്റവും ടെക്നോളജീസ് എല്ലാം വളർന്നു. അവർ കൃഷി ചെയ്യാനും മൃഗങ്ങളെ വളർത്താനൊക്കെ തുടങ്ങി. സാധാരണ മനുഷ്യ ജീവിതം പോലെ അവർ ജീവിക്കാനായിട്ടും അവർക്ക് പെരുമാറാനായിട്ടും അവർ സ്റ്റാർട്ട് ചെയ്ത ഒരു കാലഘട്ടമാണ് നിയോലിത്തിക് ഏജ്. മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഇനി കുറച്ചും കൂടി ഉള്ളൂ. നമ്മൾ എന്തായാലും നാളെ ഈ ചാപ്റ്റർ തീർക്കൂട്ടാം. അപ്പം നാളെ കുറച്ച് വലിയൊരു വീഡിയോ ആയിരിക്കും. ഇന്ന് ഞാൻ ഇത്രയും ക്ലാസ് എടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ ഇതുവരെയുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങളെന്ത് ചെയ്യണം? നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് വേണം നാളത്തെ ക്ലാസ്സിന് വരാൻ. നാളെ നിങ്ങൾക്ക് സാറ്റർഡേ ആണ്. നിങ്ങൾ എന്നാ വീഡിയോ കാണുന്നത് എനിക്കറിയില്ല. എനിവേ നാളെ സാറ്റർഡേ ആണ്. അപ്പോൾ നാളെ ഇച്ചിരി വലിയ വീഡിയോ ആയിരിക്കും. എനിക്ക് ഈ ബുക്ക് കിട്ടാൻ, എൻ്റെ അനിയത്തിയുടെ പുസ്തകമാണിത്. അപ്പം അതുകൊണ്ട് ഈ പുസ്തകം കിട്ടാൻ എനിക്ക് ഇച്ചിരി ഒരു പ്രയാസം ഉണ്ടായിരുന്നു. വീഡിയോ ഇന്ന് കുറച്ചുണ്ടാവുള്ളൂ. എനിവേ നാളെ നമ്മളിത് ഫുൾ കംപ്ലീറ്റ് എടുക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് കേൾക്കുമ്പോൾ. അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ അപ്പോൾ തന്നെ അറിയണ്ടേ? അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിൻ്റെ ലിങ്ക് എല്ലാം ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് കണ്ടിട്ടില്ലേ? വീഡിയോയുടെ താഴെ ഈ ഹെഡിങ് ഒക്കെ കൊടുക്കുന്നതിന് താഴെ ഞെക്കിയാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണാം. അപ്പോൾ അതിൽ നമ്മുടെ ലിങ്ക് ഉണ്ട് കേട്ടോ, ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് അപ്പോൾ തന്നെ ഞാൻ അതിൽ ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്ത നാളെ നമ്മൾ ഈ ചാപ്റ്റർ മൊത്തം കംപ്ലീറ്റ് ചെയ്യും. അതിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞേ, മൊത്തം പോയിട്ട് ഇരുന്ന് പഠിച്ച് വൃത്തിക്ക് പഠിച്ചിട്ട് ക്ലാസ്സിലേക്ക് വരാം. ഓക്കെ. അപ്പോൾ ട്യൂഷൻ്റെ കാര്യം മറക്കണ്ട. നമ്മൾ അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യും. വൈകി ചേർന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് കേട്ടോ. വൈകി ചേർന്നാൽ എന്ത് ചെയ്യും? എന്തുണ്ടാവുക? കുറേ ക്ലാസ് മിസ്സാവും. നമുക്ക് ഓണപ്പരീക്ഷ തകർക്കണം, പൊളിക്കണം, നന്നായി നല്ല മാർക്ക് എല്ലാവരും വാങ്ങണം. എൻ്റെ ക്ലാസ് ഇരിക്കുന്ന എല്ലാവർക്കും ഫുൾ മാർക്ക് ആവണം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. വേഗം പോയിട്ടിരുന്ന് പഠിക്കുക. നാളെ മുടക്കാണ്. ഓക്കെ. ബൈ.